ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഒരു യാചകൻ നന്നായി പാടുന്നു. ആ സംഗീതം ആസ്വദിക്കാൻ പക്ഷേ ആരുമില്ല. ഞാൻ അദ്ദേഹത്തെ വളരെ ശ്രദ്ധിച്ചു. അദ്ദേഹം എന്നാലും സംതൃപ്തനാണ്. ഒരു ദിവസം ഞാൻ ചോദിച്ചു, മനോഹരമായി പാടുമല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ഞാൻ സന്തോഷവാനാണ്. ആ സംഗീതം ചിത്രയോ യേശുദാസോ പാടിയിരുന്നെങ്കിൽ ജനസാന്ദ്രമാകുമായിരുന്നു അവിടം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പല കഴിവുകളുണ്ട്, ഇല്ലേ? ചിലർ പറയും, എൻ്റെ കഴിവ് ആരും ആസ്വദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികൾ പറയാറുണ്ട്, ടീച്ചർമാർ എന്നെ ശ്രദ്ധിക്കുന്നില്ല, ആർക്കും എന്നോട് സ്നേഹമില്ല, ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ പരാതികളാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിക്കും ദൈവം ഓരോ കഴിവ് കൊടുക്കുന്നുണ്ട്. അത് ദൈവകരങ്ങളിൽ നിന്ന് നാം സ്വീകരിച്ചതാണ്. ദൈവ മഹത്വത്തിനു വേണ്ടി അവ ഉപയോഗിക്കണം. മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരാം, എന്നാൽ ദൈവമഹത്വത്തിനു വേണ്ടി അവ ഉപയോഗിക്കുമ്പോൾ ആരെന്ത് പറഞ്ഞാലും നാം നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കണം. പാടാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, ഇങ്ങനെ പലതുമുണ്ട്. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു എന്നല്ലേ യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം തിരുവചനം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും ഏതെങ്കിലും വിധത്തിലുള്ള കഴിവുകളുണ്ട്. അത് നാം അംഗീകരിച്ചേ പറ്റൂ. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരിക്കലും ഒറ്റപ്പെട്ടവരാകരുത്, നിരാശപ്പെടരുത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ് കവിയട്ടെ. വ്യക്തികൾ തങ്ങളുടെ കഴിവുകൾ ദൈവ മഹത്വത്തിനായി വിനിയോഗിക്കട്ടെ. ആമേൻ.